നമസ്കാരം. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വീണ്ടും കലാശക്കൊട്ടിലേക്ക് ഉയരുന്ന സംഘർഷഭാവം. വാക്കുകൾക്ക് പകരം ആയുധങ്ങൾ സംസാരിക്കാൻ ഒരുങ്ങുന്ന മഹാശക്തികളുടെ നീക്കം. മധ്യപൂർവേഷ്യയെ വീണ്ടും യുദ്ധത്തിന്റെ ഇരുണ്ട വഴിയിലേക്ക് തള്ളിയിടുന്ന സൂചനകൾക്കിടയിൽ ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ ഇപ്പോൾ കേന്ദ്രീകരിക്കുന്നത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള വഷളായ ബന്ധത്തിലേക്കാണ്. ചർച്ചകൾ പരാജയപ്പെടുകയാണെങ്കിൽ ഇറാനെതിരെ സൈനിക നടപടികൾ ശക്തമാക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുറന്ന മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. അതിലുപരി ഇറാനെ ശിലായുഗത്തിലേക്ക് തള്ളിവിടുമെന്ന കടുത്ത പ്രസ്താവന കൂടി ചേർന്നതോടെ ഈ പ്രതികരണം ഒരു സാധാരണ രാഷ്ട്രീയ പ്രസ്താവനയായി മാത്രം കാണാൻ കഴിയാത്ത സാഹചര്യമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. പ്രധാന സൈനിക ലക്ഷ്യങ്ങൾ നേടുന്നതുവരെ US സേന പ്രവർത്തനങ്ങൾ തുടരുമെന്നാണ് ട്രംപിന്റെ വാദം. അതേസമയം ഭരണകൂട മാറ്റം തങ്ങളുടെ പ്രധാന ലക്ഷ്യമല്ല എന്നും അദ്ദേഹം പറഞ്ഞു. സംഘർഷത്തിന്റെ അവസാനം അടുത്തിരിക്കുകയാണെന്നും ട്രംപ് അവകാശപ്പെട്ടു. വൈറ്റ് ഹൌസിൽ വെച്ച് രാജ്യത്തോട് അഭിസംബോധന ചെയ്യവെയാണ് ട്രംപ് കഴിഞ്ഞ ദിവസം ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ഇറാന്റെ സൈനിക ശേഷി തകർക്കുന്നതും ആണവായുധങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നതുൾപ്പെടെയുള്ള ലക്ഷ്യങ്ങളിലേക്ക് US അടുക്കുകയാണെന്നും ട്രംപ് വ്യക്തമാക്കി. കഴിഞ്ഞ മാസത്തെ സൈനിക നടപടികൾ ഇറാന്റെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങളെയും നേതൃത്വത്തെയും ഗണ്യമായി ദുർബലപ്പെടുത്തിയെന്ന് ട്രംപ് അവകാശപ്പെട്ടു. അതേസമയം ആണവായുധങ്ങൾ വികസിപ്പിക്കാനുള്ള ശേഷി ഇല്ലാതാക്കുക എന്നതിനാണ് മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം ആവർത്തിച്ചു. ഇറാൻ വ്യവസ്ഥകളുമായി യോജിച്ചില്ല എങ്കിൽ അടുത്ത 2-3 ആഴ്ചകൾക്കുള്ളിൽ ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുമെന്നാണ് ട്രംപിന്റെ വാദം. രാജ്യം US ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതുവരെ സൈനിക സമ്മർദ്ദം തുടരുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. US സേന വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്നും ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയിൽ ഇറാന്റെ മിസൈൽ ശേഷി, നാവികസേന, സൈനിക നേതൃത്വം എന്നിവയ്ക്ക് ഗുരുതരമായ നാശം സംഭവിച്ചതായും ട്രംപ് അവകാശപ്പെട്ടു. ഇറാന്റെ മിസൈൽ ഉൽപാദന ശേഷി നശിപ്പിക്കുക, നാവികശക്തി ദുർബലപ്പെടുത്തുക, ഇറാൻ ആണവായുധം ലഭിക്കില്ല എന്ന് ഉറപ്പാക്കുക എന്നിവ ഉൾപ്പെടെയുള്ള US പ്രധാന യുദ്ധലക്ഷ്യങ്ങളിലേക്ക് അടുക്കുകയാണ് എന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. പ്രധാന സൈനിക ലക്ഷ്യങ്ങൾക്ക് ഇതിനകം തന്നെ ഗണ്യമായ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാന്റെ നാവിക വ്യോമസേനകൾക്ക് വലിയ നാശനഷ്ടം സംഭവിച്ചതായും അതിന്റെ നേതൃത്വ ഘടനയ്ക്ക് വലിയ നഷ്ടം സംഭവിച്ചതായും പ്രസിഡന്റ് അവകാശപ്പെട്ടു. ഇറാനെ ആണവായുധങ്ങൾ നേടുന്നതിൽ നിന്ന് തടയുന്നത് US നയത്തിന്റെ പ്രധാന ലക്ഷ്യമായി തുടരുന്നുവെന്നാണ് ട്രംപ് ആവർത്തിച്ചത്. ഒബാമ ഭരണകൂടത്തിന്റെ കാലത്ത് ചർച്ച ചെയ്ത ആണവ കരാർ ഉൾപ്പെടെയുള്ള മുൻ നയതന്ത്ര ശ്രമങ്ങളെ വിമർശിച്ച ട്രംപ് ഈ പ്രശ്നം നേരത്തെ തന്നെ പരിഹരിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു. ഒന്നാം ലോക മഹായുദ്ധം, രണ്ടാം ലോക മഹായുദ്ധം, കൊറിയൻ യുദ്ധം, വിയറ്റ്നാം, ഇറാഖ് എന്നിവയുമായി ഇറാനെതിരെയുള്ള യുദ്ധത്തിന്റെ സമയക്രമം താരതമ്യം ചെയ്തു. ഇറാന്റെ പ്രതിരോധം 1 മാസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കില്ല എന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി. ഹോർമൂസ് കടലിടുക്ക് വഴി എണ്ണക്കപ്പലുകളെ ആശ്രയിക്കുന്ന രാജ്യങ്ങളോട് ഹോർമൂസിനെ സുരക്ഷിതമാക്കുന്നതിൽ കൂടുതൽ പങ്കുവഹിക്കാൻ ട്രംപ് കഴിഞ്ഞ ദിവസം അഭ്യർത്ഥിച്ചിരുന്നു. ഊർജ്ജ സ്ഥിരത നിലനിർത്തുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി വെനസ്വേലയുമായുള്ള സഹകരണം അദ്ദേഹം എടുത്തു പറഞ്ഞു. പങ്കാളികളുടെ സ്ഥിരതയും സുരക്ഷയും ഉറപ്പാക്കുക എന്നതാണ് USന്റെ സൈനിക ഇടപെടലിന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞ ട്രംപ് സഖ്യകക്ഷികൾക്ക് നന്ദി അറിയിക്കുകയും ചെയ്തു. ഇറാൻ തന്റെ നിലപാട് കടുപ്പിക്കുന്ന സാഹചര്യവും അമേരിക്ക തന്റെ സൈനിക സജ്ജീകരണങ്ങൾ വർദ്ധിപ്പിക്കുന്നതുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആണവ കരാറിനെ ചുറ്റിപ്പറ്റിയ തർക്കങ്ങൾ, ഉപരോധങ്ങൾ, പ്രത്യാക്രമണ ഭീഷണികൾ ഇവയെല്ലാം ചേർന്നപ്പോൾ സംഘർഷം ഒരു അപകടകരമായ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ലോകശക്തികൾ ഇതിനെ എങ്ങനെ നേരിടും? നയതന്ത്രം വിജയിക്കുമോ, അല്ലെങ്കിൽ യുദ്ധത്തിന്റെ തീ വീണ്ടും പടരുമോ? ഒരു വാക്കുപോലും ലോകത്തിന്റെ ഭാവി മാറ്റിമറിക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഈ പ്രസ്താവന ആഗോള രാഷ്ട്രീയത്തിൽ പുതിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ എന്ത് സംഭവിക്കുമെന്ന ആശങ്ക ഇപ്പോൾ ഒരു അനുമാനമല്ല, വളരെ അടുത്ത് നിൽക്കുന്ന യാഥാർത്ഥ്യമായി മാറുകയാണ്. സമാധാനത്തിന്റെയും സംഘർഷത്തിന്റെയും അതിർത്തിയിൽ നിൽക്കുന്ന ഈ നിമിഷത്തിൽ ലോകം ഉറ്റുനോക്കുന്നത് അടുത്ത നീക്കമാണ്.